ഹലോ ട്രേഡേഴ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഓപ്ഷൻ ബൈ എങ്ങനെ ചെയ്യാം, അതായത് സെറോദയിൽ എങ്ങനെ ഓപ്ഷൻ ബൈങ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബൈ എങ്ങനെ ഓപ്ഷൻ ചെയിൻ എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സെറോദയിൽ എങ്ങനെ എടുക്കാം, ബിഗിനേഴ്സിന് അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ഓക്കെ, പറയുന്നത് ആരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, താല്പര്യമുള്ളവർക്ക് മാത്രം കാണും. ഓക്കെ, അപ്പോൾ ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റും കാര്യങ്ങളും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മാർക്കറ്റ് അതായത് നമ്മളെ സെറോദൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഇവിടെ കിട്ടും. ഓക്കെ, ഇൻ്റർഫേസ് കിട്ടുമ്പോൾ ഇവിടെ അടിയിൽ വാച്ച് ലിസ്റ്റ് സെലക്ട് ചെയ്ത് എടുക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ എന്ത് ചെയ്യുക, വാച്ച് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ അതായത് നിങ്ങളെ സ്ട്രൈക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസ് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നോർമലി നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലേക്ക് ഒരു ആരോ മാർക്ക് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിലായിട്ട് ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നില്ലേ, അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ Nifty 50 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഈ Nifty 50 ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ Nifty 50ൻ്റെ ചാർട്ടൊക്കെ ഒന്നേ പോവാം. ഓക്കെ, ഇവിടെ ചാർട്ടൊക്കെയാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ചാർട്ട് Nifty 50 ചാർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ചെയിനും കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ Nifty 50ൻ്റെ സ്ട്രൈക്കും പ്രൈസും നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കിടക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 25,114 നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, നിഫ്റ്റി എന്ന് അടിച്ചിട്ട് 25,100 അടിച്ചാൽ ഇവിടെ വരും. ഇവിടെ സീന്ന് കൊടുത്താൽ ഇവിടെ വരും. അടുത്ത എക്സ്പയറി എന്നാണ് കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ അടുത്ത എക്സ്പയറി വരുന്നത് 16-ാം തീയതിയാണ്. ഓക്കെ, ആ ലെവലുള്ള എക്സ്പയറി കാര്യങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കൊടുക്കുക. അതിൻ്റെ ചാർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് വ്യൂ ചാർട്ട്, ഈ ബൈൻ്റെ തൊട്ട് താഴത്തിൻ്റെ വ്യൂ ചാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്തത് വ്യൂ ചാർട്ട് ഒക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രൈക്ക് പ്രൈസ് ആണ് ബൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബൈ കൊടുക്കുക. ഓക്കെ, ബൈ കൊടുത്തതിന് ശേഷം എത്ര എന്താണ് വേണ്ടത്, എത്ര ലോട്ടാണ് വേണ്ടത് വെച്ചാൽ കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ലോട്ടിൻ്റെ ഇത് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യാം, ഇപ്പം എത്ര രൂപക്കാണ് നിങ്ങൾ വാങ്ങുന്നത് വെച്ചാൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ് കൊടുക്കുക. ഇനി മാർക്കറ്റ് ഓർഡറിലാണെങ്കിൽ മാർക്കറ്റ് ഓർഡറിൽ ഇവിടെ കൊടുക്കുന്നതാണ്. ഓക്കെ, ആ ലെവലിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഇൻട്രാഡേ ആൻഡ് ഓവർനൈറ്റ് ഉണ്ട്. ഓവർനൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി വരെ ഇതാക്കാം. ആക്ച്വലി ഇന്നിപ്പോൾ രാവിലെ വാങ്ങിയാൽ ഇൻട്രാഡേ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ രാവിലെ നിങ്ങൾ രാവിലെ വാങ്ങിയാൽ ഒരു 3:15 ആകുമ്പോഴത്തേന് ഇന്ന് നിങ്ങൾ വിൽക്കണം. ഓക്കെ, അതാണ് ഇൻട്രാഡേയിൽ വരുന്നത്. ഓക്കെ, ഇനി ഓവർനൈറ്റ് എന്ന് വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് രാത്രി വെച്ചിട്ട് പിറ്റേന്ന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിറ്റേന്ന് നിങ്ങൾക്ക് ട്രേഡും കാര്യങ്ങളും ചെയ്യാം. അതാണ് ഓവർനൈറ്റ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ബൈ റേഞ്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം GTT അത് പറഞ്ഞാണ്. അതായത് സ്റ്റോപ്പ് ലോസിൻ്റെ താഴത്തായിട്ട് GTT ഓർഡർ എന്ന് വെച്ചിട്ട് വരുന്നതാണ്. അവിടെ GTT മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ആ GTT കൊടുത്താൽ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ഓണാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓണാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങൾ വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എത്ര പോയിന്റാണ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഉണ്ടെന്ന് ചിലപ്പോൾ ഞാൻ എംബേലല്ല ഓർഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എവിയിൽ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ എവിയിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടാർഗറ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു 100 ടാർഗറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ടാർഗറ്റും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ഇവിടെ ഇടയിൽ നിങ്ങൾക്ക് കാണാം സ്വൈപ്പ് ബൈ എന്ന് കാണാം. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ എന്ത് ചെയ്യും, ബൈ ഓർഡർ ആയിട്ട് മാർക്കറ്റ് കടക്കും. ഓക്കെ, ബൈ ഓർഡർ ആയിട്ട് കടന്നാൽ നമുക്കിങ്ങനെ ബൈ ഓർഡർ ആയിട്ട് കടന്ന കാര്യങ്ങളൊക്കെ പോയി നോക്കാം. ആ ഓർഡർ കിട്ടിയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അപ്പം പറഞ്ഞു തരാം. അതായത് നമ്മളെ ഈ ഓർഡറിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ ഇപ്പോൾ സ്വൈപ്പ് ബൈ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, സ്വൈപ്പ് ബൈ ചെയ്തിട്ട് ഇപ്പോൾ മാർക്കറ്റ് നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടാത്ത കാരണം വെച്ചാൽ മാർക്കറ്റ് ക്ലോസ് ആയതാണ് കിട്ടാത്തത്. ഓക്കെ, ഇൻട്രാഡേയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ സ്വൈപ്പ് ബൈ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം വാച്ച് ലിസ്റ്റ് ഓർഡേഴ്സ് ആൻഡ് പോർട്ട്ഫോളിയോ പറഞ്ഞിട്ട് അടിയിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഓർഡേഴ്സ് നിർത്താൽ നിങ്ങൾക്ക് ഓപ്പൺ റേഞ്ചിൽ കിട്ടും. അതായത് എൻട്രി ആയിട്ടില്ലെങ്കിൽ ഓപ്പൺസിൽ കിട്ടും, എൻട്രി ആയതാണെങ്കിൽ എക്സിക്യൂട്ട് പറഞ്ഞിട്ടുള്ള ആ ഇതിൽ കിട്ടും. ഓക്കെ, ഇനി മാർക്കറ്റ് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത് കാണുന്നത് വെച്ചാൽ പോർട്ട്ഫോളിയോയിൽ പോയിട്ട് പൊസിഷനിൽ എന്ത് ചെയ്യും, സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൽ കിട്ടും. ഓക്കെ, നിങ്ങളെ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിലും അവിടെ റൺ ചെയ്ത് നിങ്ങൾക്ക് കാണും. ഓക്കെ, ഇപ്പോൾ എക്സിറ്റും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലോങ് പ്രസ് ചെയ്തിട്ട് എക്സിറ്റും കാര്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.